എല്ലാവർക്കും നമസ്കാരം. വാട്ടർ ലെവൽ കൺട്രോളേഴ്സിൻ്റെ സെൻസേഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോ ആണിത്. അതായത് നമ്മൾ മുന്നും സെൻസേഴ്സിനെ കുറിച്ചും കൺട്രോളറിനെ കുറിച്ചും വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ചില മെസ്സേജുകൾ വന്നിരുന്നു. അതായത് മാർക്കറ്റിൽ ഒരുപാട് വാട്ടർ ലെവൽ കൺട്രോളേഴ്സ്, ഇലക്ട്രോഡ് സെൻസറും ഫ്ലോട്ട് സ്വിച്ചും ഒക്കെ ഇപ്പോഴും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫ്ലോട്ട് സെൻസർ, അതായത് യുആർഒയുടെ സെൻസറാണ് മാഗ്നറ്റിക് ഫ്ലോട്ട് സെൻസർ. അപ്പോൾ ആ സെൻസർ മാത്രമാണ് നന്നായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ആ സെൻസർ മാത്രമേ നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല. ആ സെൻസറാണ് മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ടുള്ളതും കൂടുതൽ ലൈഫ് ഉള്ളതും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം നമുക്ക് ഇപ്പം ഞാൻ കമ്പനി റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് നമ്മൾ നന്നായിട്ട് പറയണ പോലെ തോന്നും. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും കസ്റ്റമറിനെ കൊണ്ട് പറയിപ്പിച്ചാൽ അത് നമ്മൾ പറയിപ്പിക്കണതാണെന്ന് ചിന്തിക്കാം. അതുകൊണ്ട് നമ്മൾ ഗൂഗിൾ ജെമിനിനെ കൊണ്ട് ഒന്ന് പറയിപ്പിച്ച് നോക്കുകയാണ്. അതായത് മറ്റുള്ള സെൻസേഴ്സിൽ നിന്ന് മാഗ്നറ്റിക് ഫ്ലോട്ട് സെൻസർ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു, അതല്ലെങ്കിൽ വാട്ടർ ലെവൽ കൺട്രോളേഴ്സിൽ ഏറ്റവും മികച്ച രീതിയിൽ വർക്ക് ചെയ്യുന്ന സെൻസർ ഏതാണെന്നുള്ളത് നമുക്ക് ഗൂഗിൾ ജെമിനിയുടെ അടുത്ത് നേരിട്ട് ചോദിച്ചു നോക്കാം. ഹലോ ജെമിനി, I have 3 sensors for automatic water level controller. One is magnetic float sensor, and another one is electrode sensor, and another one is float switch. Can you compare these 3 sensors and make a deep research in Google and give me a proper reply about which sensor is more reliable, maintenance free, and providing long life? What is your opinion? From what I've gathered, each sensor has its pros and cons. Magnetic float sensors are generally considered quite reliable and durable, with moving parts that can sometimes be a factor in maintenance. Electrode sensors are good for simple on-off control and don't have many moving parts, but they can be susceptible to corrosion or scaling over time, depending on water quality. Float switches are quite straightforward and cost-effective, but their mechanical nature can lead to more maintenance or wear compared to others. So, for reliability, magnetic float sensors are often a strong choice, but maintenance can depend on the specific design and environment. നമ്മൾ ജെമിനിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ജെമിനി പറയുന്നുണ്ട് മാഗ്നറ്റിക് ഫ്ലോട്ട് സെൻസറിനും മെയിൻ്റനൻസും അത് ഡിപ്പെൻഡ് അപ്പോൺ ഡിസൈൻ ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫ്ലോട്ട് സെൻസർ. അത് ഞാനിതിൻ്റെ വർക്കിംഗ് ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ പല ടൈപ്പ് ഉണ്ട്, പല മോഡലുണ്ട്. അതിലൊരു മോഡലാണ് ഇത്, ഒരു മോഡലാണ്. അതുപോലെ തന്നെ ഇത് മറ്റൊരു മോഡലാണ്. ഇതിലെ എൻവയോൺമെൻറ്റിനനുസരിച്ച് മെയിൻ്റനൻസ് വരും എന്ന് പറയുന്നത് ഇതിലൊരു സ്റ്റെമ്മ് നിങ്ങൾക്ക് കാണാം, അതുപോലെ ഒരു മൂവിങ് പാർട്ട് കാണാം, ഒരു ഫ്ലോട്ട്. അപ്പോൾ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെമ്മിൻ്റെയും ഈ പറഞ്ഞ മൂവിങ് പാർട്ടിൻ്റെയും ഇടയിൽ എന്തെങ്കിലും കരട് കുടുങ്ങിയാൽ, നല്ല ചെടിയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അത് കുടുങ്ങിയിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ വരാം. അതാണ് ഇവർ പറയുന്ന ഇതിൻ്റെ ഡിസൈനിങ്ങിലും അതേപോലെ തന്നെ അതിൻ്റെ എൻവയോൺമെൻറ്റിനനുസരിച്ച് അതിൽ പ്രശ്നങ്ങൾ വരാനുള്ളത്. അതെങ്ങനെയാണ് യുആർഒൺ അത് മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹൈ ക്വാളിറ്റി ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫ്ലോട്ട് സെൻസറാണ് യുആർഒൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റീലാണ്. അപ്പോൾ ഇത് ഈ മൂവിങ് പാർട്ട് ഇങ്ങനെ പൊന്താനും താഴാനും ഇത് സ്റ്റീലായതുകൊണ്ട് തന്നെ, അത് മാത്രമല്ല ഇതിൻ്റെ കട്ടിയും കൂടുതലാണ്, കനം കൂടുതലാണ്. അപ്പോൾ ചെറിയ ആ അഴുക്ക് നമ്മൾ കുടുങ്ങിയാലും ഇത് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് ഇതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. അതാണ് യുആർഒയുടെ ഈ മാഗ്നറ്റിക് ഫ്ലോട്ട് സെൻസറിൻ്റെ പ്രത്യേകത കമ്പയർഡ് ടു അതർ വാട്ടർ ലെവൽ കൺട്രോളേഴ്സ്.